എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 +2 കെമിസ്ട്രി വാല്യുവേഷനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാല്യുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 +2 കെമിസ്ട്രി വാല്യുവേഷനെ സംബന്ധിച്ച് നിരവധിയധികം വിദ്യാർത്ഥികളാണ് ചാനൽ വീഡിയോകളുടെ അടിയിൽ കമന്റ് ബോക്സിലും അല്ലാതെയും ചോദിക്കുന്നത്. ഈ വർഷം +2 കെമിസ്ട്രി പരീക്ഷ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നിരവധിയധികം കുട്ടികളാണ് പരീക്ഷ പാടായിരുന്നു എന്ന് പറഞ്ഞത്. പേപ്പർ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് അറിയുവാൻ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകരിൽ അന്വേഷിച്ചപ്പോൾ ഡബിൾ വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ആൻസേഴ്സിന് മാർക്ക് ആൻസർ കീയിൽ പറയുന്ന പോയിന്റുകൾക്ക് മാത്രമാണ്. അതായത് ലിബറൽ വാല്യുവേഷൻ അല്ല, പകരം നിങ്ങൾ എഴുതിയത് കറക്റ്റ് പോയിന്റ് ആണെങ്കിൽ മാത്രമായിരിക്കും മാർക്ക് നൽകുക. ഡബിൾ വാല്യുവേഷൻ ആയതുകൊണ്ട് 2 ടീച്ചർമാരാണ് നിങ്ങളുടെ പേപ്പർ മാർക്ക് ഇടുന്നത്. വാല്യുവേഷൻ കഴിയുമ്പോൾ 2 ടീച്ചർമാരുടെ മാർക്കുകളിൽ നല്ല വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ടീച്ചർ കൂടി വാല്യുവേഷൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോഴും ഈ വർഷം കെമിസ്ട്രി പരീക്ഷയിൽ തോൽവികളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ +2 വാല്യുവേഷന് ശേഷം മാത്രമായിരിക്കും +1 വാല്യുവേഷൻ ആരംഭിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ എല്ലാ വാല്യുവേഷൻ അപ്ഡേറ്റുകളും റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക. നന്ദി.